ഹലോ, ഇന്ന് നമുക്ക് ഗാർഡിയൻ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? ഒരു മാന്ത്രിക കല്ല്, ആ കല്ലിനുള്ളിൽ ഒരു ക്രൂരമായ ആത്മാവിനെ ബന്ധിച്ചിരിക്കുകയാണ്. ആരുടെ ബ്ലഡ് ആ ഒരു കല്ലിൽ വീഴുന്നോ അവർക്ക് ആ ആത്മാവ് അടിമയാണ്. എന്നാൽ ആ കല്ല് എന്നെങ്കിലും പൊട്ടി പുറത്തു വന്നാൽ അത് ആരുടെ കീഴിലാണോ ഉള്ളത് അവരെ അത് കൊല്ലും. അത്രയ്ക്കും ക്രൂരമായ ആത്മാവാണ് ആ കല്ലിനുള്ളിൽ ആവാഹിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു മാന്ത്രിക കല്ലിൽ നായികയുടെ ബ്ലഡ് വീഴുകയാണ്. അതോടെ ആ ആത്മാവ് നായികയ്ക്ക് അടിമയായി. അവൾ എന്താഗ്രഹിക്കുന്നോ അതെല്ലാം നടക്കും. എന്നാൽ അതിന് ഒരു പോസിറ്റീവ് വശം മാത്രമല്ല, നെഗറ്റീവ് വശം കൂടിയുണ്ട്. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ 4 മന്ത്രവാദികൾ ഒരു ക്രൂരമായ പ്രേതത്തെ ആവാഹിക്കുവാനൊക്കെ ശ്രമിക്കുകയാണ്. അത് കൊന്ന 4 പേരുടെ രക്തം ഉപയോഗിച്ചാണ് മന്ത്രവാദം നടത്തുന്നത് തന്നെ. ഒരു മാന്ത്രിക കല്ലിനുള്ളിൽ അതിനെ ആവാഹിച്ചിരുത്തുകയാണ് അവരുടെ ലക്ഷ്യം. ആ കല്ലിന് മുകളിലായിട്ട് ആരുടെ രക്തം വീഴുന്നോ അവർ പറയുന്നതെല്ലാം ആത്മാവ് അനുസരിക്കും. എന്നാൽ കല്ല് പൊട്ടി അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിക്ക് സംഭവിക്കുന്നത് മരണമാണെന്നുള്ള രീതിയിലൊക്കെ മന്ത്രവാദികൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നായികയായ അപർണയാണ്. അപർണ ഒരു ആർക്കിടെക്ചർ വിദ്യാർത്ഥിയാണ്. അപർണയാണെങ്കിലോ ജനിച്ച നാൾ മുതൽ തന്നെ ഒരു അൺലക്കി പേഴ്സണാണ്. അപർണയുടെ അച്ഛൻ എന്ത് സാധനം വാങ്ങി തന്നാലും അത് പിന്നീട് കാണാതാകും. അവളൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുകയാണ്. എന്നിട്ട് അവൾ അവളുടെ ജീവിതകഥ മുഴുവനായും പറയും. പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയം ആർക്കിടെക്ചറിങ് വിദ്യാർത്ഥിയായതിനാൽ അവളെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പ്രോജക്റ്റ് സംബന്ധിച്ച് വിടുകയാണ്. അവളും അവളുടെ 2 ഫ്രണ്ട്സും ഒക്കെ കൂടെയുണ്ട്. കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമായതിനാൽ ഒരു ആണിയിൽ കൊണ്ട് അവളുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് താഴേക്ക് വീഴുകയാണ്. പക്ഷെ ആ ബ്ലഡ് ചെന്ന് വീഴുന്നത് ആ ഒരു മാന്ത്രിക കല്ലിന് മുകളിലേക്കായിരുന്നു. ആ ഒരു കല്ലിൽ ബ്ലഡ് വീണതിന് ശേഷം അവൾക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുവാനായും തുടങ്ങി. അവൾ ആഗ്രഹിക്കുന്നതെന്തും അവൾക്ക് നടക്കുവാനായും തുടങ്ങി. കൂട്ടുകാരിയുടെ കമ്പനിയിലെ ഇന്റർവ്യൂവിന് പോയിട്ടാണല്ലോ അവൾ റിജക്റ്റ് ആയത്. അങ്ങനെ ആ കമ്പനിയിൽ വീണ്ടും ജോലി കിട്ടിയപ്പോൾ കൂട്ടുകാരിയും അവളും സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുവാനായും തുടങ്ങി. അപർണ ജോലിക്ക് കയറിയ ഓഫീസിലെ ഓഫീസ് ബോയാണ് തങ്കദുരൈ. ഈ തങ്കദുരൈ മുൻപ് ഗുണ്ടാ പണിയൊക്കെ ചെയ്യുമായിരുന്നു. സഹോദരിയുടെ ഭർത്താവിനൊപ്പം ചേർന്നാണ് ആ തൊഴിലൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നാൽ തങ്കദുരയ്ക്ക് ഇപ്പോൾ വിവാഹം കഴിക്കണം. അതിനായിട്ട് ഈ ഗുണ്ടാ പണിയൊക്കെ നിർത്തി ടെമ്പററി ആയിട്ട് ഓഫീസിൽ ജോലിക്ക് കയറിയതാണ്. അപർണയ്ക്ക് ജോലി കിട്ടിയതിനു ശേഷം അപർണയുടെ അമ്മ എപ്പോഴും അവളെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അപർണയ്ക്ക് അതിന് താല്പര്യമേ ഇല്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ ഓഫീസിലാണെങ്കിലോ അപർണയുടെയും കൂട്ടുകാരുടെയും സീനിയർ ആയിട്ടുള്ള ലേഡി അവരുടെ ഹെഡിനെ കണ്ടതിന് ശേഷം അപർണയോട് പറയും അവർ സബ്മിറ്റ് ചെയ്ത പ്ലാൻ ഓക്കെ ആയിട്ടുണ്ട്, ആയതിനാൽ സൈറ്റിൽ പോകുവാനായി പറയും. അത് കേൾക്കുന്ന അപർണയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ സൈറ്റിലേക്കും എത്തുകയാണ്. പക്ഷെ അവിടെ എഞ്ചിനീയറായ നായകനെ കാണുന്നു. എഞ്ചിനീയറിനെ അപർണയ്ക്ക് ഒട്ടും ഇഷ്ടമായതേയില്ല. കാരണം ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുന്നു. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആയതിനാൽ അവൾക്ക് അവനോട് വലിയ ദേഷ്യമാണ്. മാത്രവുമല്ല അപർണയ്ക്ക് സിഗരറ്റ് ഒന്നും ഒട്ടും ഇഷ്ടമേ അല്ല. നായകൻ സൈറ്റിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നതൊന്നും അപർണയ്ക്ക് ഇഷ്ടമാകുന്നതേയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപർണയുടെ കൂട്ടുകാരി സൈറ്റിൽ നിന്നും അവളുടെ സ്കൂട്ടിയുമായി അമ്മയ്ക്ക് വയ്യാത്തതിനാൽ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവളെ തിരികെ വിളിക്കാനായിട്ട് കൂട്ടുകാരി വന്നില്ല. നേരം ഒരുപാട് വൈകിയപ്പോൾ അപർണ ഓട്ടോ വിളിക്കുവാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് ഓട്ടോ വരുന്നില്ല. കാരണം ചെന്നൈയിലെ തന്നെ ഒരു ഒതുങ്ങിയ സ്ഥലത്താണ് ആ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് നിൽക്കുന്നത്. ക്യാബ് ബുക്ക് ചെയ്തപ്പോഴോ 6 മണിക്ക് ശേഷം അങ്ങോട്ട് ഓട്ടം വരുവാൻ എല്ലാവർക്കും പേടിയാണെന്നും പറയും. വേറെ വഴിയില്ലാതെ അപർണ എഞ്ചിനീയറിന്റെ ബൈക്കിൽ കയറി പോകുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇവർ രണ്ടുപേരും മുൻപേ പരിചയക്കാരാണ്. ഇവർ രണ്ടുപേരും ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചതുമായിരുന്നു. അങ്ങനെ അവർ ഫ്രണ്ട്സായി. പിന്നീട് അവർ ലവേഴ്സായി മാറി. അപർണയ്ക്കാണെങ്കിൽ മുൻപേ പറഞ്ഞിരുന്നല്ലോ അവൾക്ക് സിഗരറ്റ് വലിക്കുന്നത് ഒട്ടും ഇഷ്ടമേ അല്ലാന്ന്. നായകന് സിഗരറ്റ് വലിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവനോടത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഒരിക്കൽ അവൾ അറിയാതെ മറഞ്ഞു നിന്ന് സിഗരറ്റ് വലിച്ചു. അതവൾ കണ്ടു. അതിനുശേഷം അവൾ അവനെ ബ്രേക്കപ്പ് ചെയ്തു പോയി. അങ്ങനെ അപർണ ബ്രേക്കപ്പിന് ശേഷം എന്തുകൊണ്ടാണ് എന്നെ തിരികെ വരാത്തത് എന്ന് എഞ്ചിനീയറിനോട് ചോദിക്കുമ്പോൾ ഞാനത് ഒരുപാട് തവണ ചിന്തിച്ചു. പക്ഷേ എനിക്ക് അതിനുള്ള യാതൊരുവിധ യോഗ്യതയും ഉണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഞാനൊരു അൺലക്കി പേഴ്സൺ ആണെന്നും എഞ്ചിനീയർ പറയുന്നത് കേട്ട അപർണയ്ക്ക് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കാരണം അവളും അതുപോലെ ഒരു അൺലക്കി പേഴ്സൺ ആണല്ലോ. വീണ്ടും അവർക്കിടയിൽ പ്രണയം മുട്ടിടുകയാണ്. അതെല്ലാം അവളുടെ കൂട്ടുകാരി ശ്രദ്ധിക്കുന്നുമുണ്ട്. ഈ അപർണയുടെ ഫ്രണ്ടും അപർണയും എഞ്ചിനീയറും ഒക്കെ ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഇവർ 3 പേരും ഫ്രണ്ട്സാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപർണയാണെങ്കിലും നേരത്തെ ജോലി കഴിഞ്ഞിറങ്ങി എഞ്ചിനീയറിനൊപ്പം ബൈക്കിൽ കയറി പോകുവാനായി ഇറങ്ങുകയാണ്. കാരണം അവർ രണ്ടുപേരും ഇപ്പോൾ പ്രണയത്തിലാണല്ലോ. അതേസമയം തന്നെ അപർണയുടെ ഫ്രണ്ട് ഓടി വന്നിട്ട് എനിക്ക് അത്യാവശ്യമായി പോകണം, മാറ് മാറ് എന്ന് പറഞ്ഞ് എഞ്ചിനീയറിന്റെ ബൈക്കിൽ കയറി പോകും.
അത് കാണുന്ന അപർണയ്ക്ക് ദേഷ്യം വരികയാണ്. ഇവൾ എങ്ങനെയും ആ വണ്ടിയിൽ നിന്ന് വീണിരുന്നെങ്കിൽ എന്നവൾ വിചാരിക്കും. അതുപോലെ തന്നെ നടന്നു. പോകുന്ന വഴിയിൽ അപർണയുടെ ഫ്രണ്ട് ബൈക്കിൽ നിന്ന് വീഴുകയാണ്. അപർണ പറഞ്ഞത് അതുപോലെ തന്നെ നടന്നതറിഞ്ഞ അപർണ ഷോക്കായി പോവുകയാണ്. എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നവൾക്ക് മനസ്സിലാകുന്നതേയില്ല. അങ്ങനെ ഇരിക്കെ എഞ്ചിനീയറിന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഹാർട്ടിന് സുഖമില്ലാതായി. എത്രയും പെട്ടെന്ന് ഹാർട്ട് മാറ്റിവെക്കൽ സർജറി നടക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ ജീവൻ ആപത്താണ്. അതറിഞ്ഞ അപർണയാണെങ്കിലോ എത്രയും വേഗം അത് നടക്കും. സമാധാനിക്കാനായി അവനെ ആശ്വസിപ്പിക്കും. എന്നിട്ട് അപർണ പറയും, എത്രയും വേഗം അമ്മയ്ക്കൊരു ഹാർട്ട് കിട്ടി ഓപ്പറേഷൻ നടന്നിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ അവൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ 2 മണിക്കൂർ കൊണ്ട് അമ്മയ്ക്ക് ഹൃദയം റെഡിയായി ഓപ്പറേഷനും കഴിയുന്നു. അതൊക്കെ വലിയ വാർത്തയുമാവുകയാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ഡോക്ടർമാർക്ക് പോലും അറിയുന്നില്ല. എഞ്ചിനീയറിന്റെ അമ്മയുടെ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ നടന്നതിന്റെ ന്യൂസൊക്കെ വന്നത് അപർണയാണെങ്കിലോ ഡോക്ടറിനെ കാണിക്കും. എന്നിട്ട് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം പെട്ടെന്ന് നടക്കുന്നു എന്നതിന്റെ തെളിവായിട്ട് മറ്റൊരു കഥ പറയുകയാണ്. ഒരിക്കൽ എഞ്ചിനീയറിന്റെ ടീം നയിക്കുന്ന ഫുട്ബോൾ മാച്ച് നടക്കുകയായിരുന്നു. അതിൽ അപർണയും കൂട്ടുകാരിയും തങ്കതുരയും എല്ലാവരും കാണാനുണ്ടായിരുന്നു. മാച്ച് നടന്നുകൊണ്ടിരിക്കവേ എതിർ ടീം അവരെക്കാളും താഴ്ന്ന ലെവലിലാണ് കളിക്കുന്നതും ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. അത് കാണുന്ന അപർണയ്ക്കാണെങ്കിലോ മാച്ച് ബോറടിക്കുന്നു. എതിർ ടീമും ഒപ്പം വന്നാലല്ലേ മാച്ച് കാണാൻ ഒരു രസമുള്ളൂ എന്നൊക്കെ അപർണ ചിന്തിച്ചിട്ട് അവരെങ്ങനെയും ഗോൾ അടിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. അത് കേൾക്കുന്ന തങ്കതുരയാണെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അതേ സമയം തന്നെ എതിർ ടീം ഗോൾ അടിക്കുകയും അവർ തന്നെ ജയിക്കുകയും ചെയ്യുന്നു. അത് കാണുന്ന തങ്കതുര ഷോക്കായി പോവുകയാണ്. കാരണം അപർണ പറയുന്നതെല്ലാം നടക്കുന്നല്ലോ. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഡോക്ടർ പറയും, 1000-ൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. അങ്ങനെയാണെങ്കിൽ അത് എൻജോയ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപർണ പറയും, 2 ദിവസം മുൻപ് ഞാൻ പറയുന്നതെല്ലാം നടക്കുന്നു എന്ന കാര്യം എനിക്ക് തന്നെ മനസ്സിലായത്. അതിനൊരു നെഗറ്റീവ് സൈഡ് കൂടിയുണ്ട്. അത് മനസ്സിലായ സാഹചര്യവും അപർണ പറയുകയാണ്. ഒരിക്കൽ അവളുടെ ഓഫീസിലെ പ്രോജക്റ്റ് മാനേജറായിട്ടുള്ള ലേഡി ആര് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് അവരുടേതാക്കി ക്രെഡിറ്റ് അവർ സ്വന്തമാക്കും. പക്ഷെ അത് ചോദിക്കാൻ ചെന്നാലോ അവരെ ജോലി വിട്ട് തന്നെ തൂക്കുകയാണ്. ഒരു പെൺകുട്ടിയെ ജോലിയിൽ നിന്ന് അവർ പറഞ്ഞുവിടും. അവളുടെ സഹോദരൻ അവളെ വിളിച്ചിട്ട്, നീ ഇനി ജോലിക്കൊന്നും പോണ്ട, നീ തിരിച്ചു വാ എന്നവളെ ആശ്വസിപ്പിച്ച് തിരികെ വിളിക്കുകയാണ്. ഒരിക്കൽ അപർണ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. കമ്പനിയിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്തപ്പോൾ അപർണ സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റിന്റെ ക്രെഡിറ്റ് പ്രോജക്റ്റ് മാനേജറായിട്ടുള്ള ലേഡിക്ക് പോയി. അത് കണ്ട് ദേഷ്യം വരുന്ന അപർണയാണെങ്കിലോ എങ്ങനെയെങ്കിലും ഇവൾ പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. അതെല്ലാം തങ്കതുര കേൾക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരിയോടാണ് അപർണ അത് പറയുന്നത്. എന്നാൽ അടുത്ത ദിവസം അപർണയെ നോക്കിക്കൊണ്ട് കയറി വന്ന ആ ഒരു പ്രോജക്റ്റ് മാനേജർ ആണെങ്കിലോ അവിടുത്തെ കണ്ണാടി തലകൊണ്ട് അടിച്ചു പൊട്ടിച്ച് അതിലൂടെ താഴേക്കെടുത്ത് ചാടുകയാണ്. അവർ മരിച്ചും പോയി. അത് കാണുന്ന തങ്കതുരയാണെങ്കിലോ ഞെട്ടിപ്പോവുകയാണ്. കാരണം അപർണ പറഞ്ഞത് നടന്നല്ലോ. അപർണയോട് തങ്കതുര പറയും, മാഡം, അന്ന് ഫുട്ബോൾ മാച്ചിന്റെ കാര്യത്തിൽ മാഡം പറഞ്ഞത് നടന്നു. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് മാനേജറിന്റെ കാര്യത്തിലും മാഡത്തിന് എന്തോ ദിവ്യശക്തിയുണ്ട് എന്ന് പറയുകയാണ്. അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അപർണയ്ക്ക് താൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കുന്നല്ലോ എന്ന കാര്യം മനസ്സിലാകുന്നു. അപർണയ്ക്ക് എന്ത് നല്ലത് നടന്നാലും അതിന് പിന്നിൽ മറ്റൊരു മോശമായ കാര്യം കൂടി നടക്കുന്നുണ്ട്. അതെന്തെന്നാൽ അപർണ ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ അവൾക്ക് ആ ജോലി കിട്ടിയത്. അവൾ ആദ്യമായി ഇന്റർവ്യൂവിന് വന്ന മറ്റൊരു പയ്യന്റെ മാർക്ക് ലിസ്റ്റ് കാണുന്നു. അവൻ കോളേജ് ടോപ്പർ ആയിരുന്നു. അത് കാണുന്ന അപർണയ്ക്ക് ഉറപ്പായും എനിക്ക് ജോലി കിട്ടത്തില്ല, കാര്യം എനിക്ക് ഇത്രയും മാർക്കൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവന്റെ മാർക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ അവളുടെ മാർക്ക് ലിസ്റ്റായി മാറി. അങ്ങനെയാണ് അവൾക്ക് ജോലി കിട്ടിയതും. മാത്രവുമല്ല, എഞ്ചിനീയറിന്റെ അമ്മയ്ക്ക് ഹാർട്ടിന് സുഖമില്ലാതായല്ലോ. എത്രയും പെട്ടെന്ന് സർജറി വേണം. എങ്ങനെയെങ്കിലും ഹാർട്ട് റെഡിയായിരുന്നെങ്കിൽ, ഓപ്പറേഷൻ എത്രയും വേഗം നന്നായി നടന്നിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിക്കുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു പയ്യന് ആക്സിഡന്റ് ആകുന്നു. അവനെ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവരും. പക്ഷേ അവന് ബ്രെയിൻ ഡെഡ് ആവുകയാണ്. അവന്റെ ഹൃദയമാണ് എഞ്ചിനീയറിന്റെ അമ്മയ്ക്ക് മാറ്റിവെച്ചതും. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഡോക്ടറാണെങ്കിലോ, ശരി, നീ പറയുന്നത് എല്ലാം നടക്കും. എങ്കിലൊരു കാര്യം ചെയ്യ്, ഇവിടെ ഒരു ചെറിയ ചെടിയുണ്ട്, അത് വലുതാകുമെന്ന് പറഞ്ഞു നോക്കിയേ, അത് നടക്കുമോ എന്ന് നോക്കാമല്ലോ എന്ന് പറയുമ്പോൾ അപർണ പറയും, ഉറപ്പായും നടക്കും, അത് വലുതാകുമെന്ന് പറയും. അതേസമയം അവൾക്ക് തലവേദന എടുക്കുവാനായും തുടങ്ങി. കാരണം എന്തെന്നാൽ ഇതിനു മുമ്പ് അവൾ പറഞ്ഞ എന്തോ കാര്യം നടക്കാനായി പോകുന്നു. എന്ത് കാര്യം അവൾ പറഞ്ഞത് നടക്കുന്നതിന് മുമ്പും അവൾക്ക് തലവേദന വരും. അപ്പോഴാണ് അതെന്താണ് സംഭവമെന്ന് കാണിക്കുന്നത്. ഒരിക്കൽ അപർണയുടെ കൂട്ടുകാരിയാണെങ്കിലോ MD-യുടെ ക്യാബിനിലേക്ക് ചെല്ലും. ഒരു ഫയൽ സംബന്ധിച്ച കാര്യം സംസാരിക്കുവാൻ പോയതായിരുന്നു. എന്നാൽ MD അവിടെ വെച്ച് അവളെ മോശമായി സ്പർശിക്കുകയും ഒക്കെ ചെയ്യും. അക്കാര്യം അവൾ കരഞ്ഞുകൊണ്ട് അപർണയോട് വന്ന് പറയുകയാണ്. അപർണ തന്റെ കൂട്ടുകാരെയും കൂട്ടി MD-യോട് ചോദിക്കുവാൻ ചെല്ലുമ്പോഴോ MD-യുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. അത് കാണുന്ന അപർണയാണെങ്കിലോ, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നീ ചത്തുപോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അക്കാര്യമെല്ലാം ഡോക്ടറിനടുത്തിരുന്ന് അവൾ ആലോചിക്കും. ഇനി മരിക്കാൻ പോകുന്നത് MD ആണെന്നുള്ള കാര്യം അപർണയ്ക്ക് മനസ്സിലായി.
കാരണം എം ഡി മരിക്കണമെന്ന് അവൾ പറഞ്ഞിരുന്നല്ലോ. ഡോക്ടറിനോട് അത് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി പോവുകയാണ്. മറ്റൊരു വശത്ത് തങ്കതുരൈ തന്റെ സഹോദരിയുടെ ഭർത്താവിനോട് അപർണയെ പറ്റി പറയും. അപർണ പറയുന്ന എല്ലാ കാര്യവും നടക്കുന്നു. ഒരാൾ മരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അപ്പോഴേ മരിക്കുകയാണ്. അവളെ നമ്മളുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കത്തിയും രക്തവും ഒന്നുമില്ലാതെ ഒരാളിനെ കൊല്ലാമെന്നും പറയും. അത് പറഞ്ഞുകൊണ്ടിരിക്കവെ തന്നെ അപർണയാണെങ്കിലോ തങ്കതുരയെ ഫോൺ ചെയ്യും. എം ഡി എവിടെയുണ്ടെന്ന് തിരക്കുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയിട്ടുണ്ടെന്ന കാര്യം തങ്കതുരൈ പറയുകയാണ്. കാരണം അപർണ മുൻപ് എം ഡി മരിക്കുമെന്ന് പറഞ്ഞ കാര്യം തങ്കതുരയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ തങ്കതുരയാണെങ്കിലോ തന്റെ സഹോദരിയുടെ ഭർത്താവിനോട് കൂടെ വന്നു കഴിഞ്ഞാൽ അവൾ പറഞ്ഞ കാര്യം നടക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതേസമയം മറ്റൊരു വശത്ത് ഡോക്ടറിനാണെങ്കിലോ അപർണ പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന കാര്യം മനസ്സിലാകുന്നു. ഡോക്ടറിന്റെ ഫ്രണ്ടിന്റെ സഹോദരനാണ് എം ഡി. അങ്ങനെ സഹോദരനെ വിളിച്ചിട്ട് ഇക്കാര്യം പറയും. എന്നാൽ ആ സഹോദരൻ കരുതിയത് അപർണ എം ഡിയെ കൊല്ലുവാനായിട്ട് പോവുകയാണെന്നാണ്. ഉടനെ തന്നെ സഹോദരൻ എം ഡിയെ വിളിച്ചിട്ട് അപർണ കൊല്ലുവാൻ വരുന്ന കാര്യം പറയും. എം ഡി ആണെങ്കിലോ താൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. എന്നാൽ എം ഡിയെ കൊല്ലാൻ മറ്റൊരു ടീമും കാത്തു നിൽക്കുകയാണ്. അതാരെന്നാൽ അന്ന് ആ പ്രോജക്ട് മാനേജർ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ട ആ ഒരു പെൺകുട്ടിയോട് എം ഡി മോശമായി പെരുമാറിയല്ലോ. അവളുടെ സഹോദരനും കുറച്ച് ഗുണ്ടകളുമായിരുന്നു. എം ഡിക്കിട്ട് രണ്ട് കൊടുക്കുവാനായിട്ട് സഹോദരൻ കാത്തു നിൽക്കുകയാണ്. എം ഡിയുടെ കാർ റോഡിലൂടെ പോവുകയാണ്. അപർണ എം ഡിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന്റെ പുറകിലായി ആ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഗ്യാങ്ങും. അതിന് പുറകിലായി തങ്കതുരയും സഹോദരിയുടെ ഭർത്താവും. എന്നാൽ ഗ്ലാസ്സിലൂടെ അപർണയെ കണ്ട എം ഡി ആണെങ്കിലോ അപർണയാണെങ്കിൽ എം ഡിയെ കൊല്ലുവാനായിട്ട് ആളിനെയും കൂട്ടി വരികയാണെന്നാണ് കരുതിയത്. ഉടനെ തന്നെ കാറ് നിർത്തിയിട്ട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ സഹോദരനും ഗ്യാങ്ങും എം ഡിയെ തല്ലുവാനായി പോവുകയാണ്. അതിൽ നിന്നുമെല്ലാം അപർണ എം ഡിയെ രക്ഷിച്ചു. അപർണയുടെ നല്ല മനസ്സ് മനസ്സിലാക്കിയ എം ഡി ആണെങ്കിലോ അവളുടെ കൂട്ടുകാരിയോട് മോശമായി പെരുമാറിയതിലും അവളോട് മോശമായി സംസാരിച്ചതിലുമെല്ലാം മാപ്പ് ചോദിക്കുകയാണ്. എം ഡി അപർണയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ അടുത്തുണ്ടായിരുന്നൊരു ഷീറ്റ് പറന്നു വന്ന് എം ഡിയുടെ കഴുത്തറക്കുകയാണ്. എം ഡി അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നു. അതെല്ലാം കാണുന്ന തങ്കതുരയും സഹോദരിയുടെ ഭർത്താവും അവിടെ നിന്നും എസ്കേപ്പ് ആകും. അവിടെ നിന്ന് നേരെ ഫ്ളാറ്റിലെത്തിയ അപർണയ്ക്ക് താൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് പിന്നിൽ ആ ഒരു ക്രിസ്റ്റൽ കല്ലാണെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം എന്തെന്നാൽ അന്ന് ആണിക്കൊണ്ട് മുറിഞ്ഞപ്പോൾ ആ കല്ലിൽ രക്തം വീണല്ലോ. ആ കല്ല് അവൾ അവിടെ വെച്ച് കണ്ടിരുന്നു. അതവൾ നേരെ അവളുടെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നു. ആ കല്ല് വന്നതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അപർണയാണെങ്കിലോ ആ കല്ല് തറയിലെറിഞ്ഞ് പൊട്ടിക്കും. അതേസമയം തന്നെ കല്ലിനുള്ളിൽ നിന്നും ഒരു പ്രേതം പുറത്തേക്ക് വരികയാണ്. അത് കണ്ട് അപർണ ഞെട്ടിപ്പോകും. എന്നാൽ മറ്റൊരു വശത്ത് തന്റെ സഹോദരനെ കൊന്നത് അപർണയാണെന്ന് ആ ഒരു എം ഡിയുടെ സഹോദരൻ കരുതും. അപർണയാണ് അതിന് പിന്നിലെന്ന് കരുതി അവളെ കൊല്ലുവാനായി പ്ലാൻ ചെയ്യും. എന്നാൽ അപർണയാണെങ്കിലോ ഫ്ളാറ്റിൽ നിന്നും മുഖം കഴുകിക്കൊണ്ട് നിൽക്കവേ ആ പ്രേതം അവിടെ എത്തി അലറുകയാണ്. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ രൂപത്തിൽ തന്നെയാണ് ആ പ്രേതമുള്ളത്. അപർണയുടെ രൂപം സ്വീകരിച്ച് പ്രതികാരം വീട്ടാനുള്ളവരെയെല്ലാം കൊല്ലുമെന്ന് ആ ഒരു പ്രേതം പറയും. അത് കേട്ട അപർണയാണെങ്കിലോ ഒരു ജീവനെ പോലും കൊല്ലുവാൻ നമുക്ക് അവകാശമില്ല എന്നൊക്കെ പ്രേതത്തിനോട് പറയുമ്പോൾ താൻ ആരാണ്, യഥാർത്ഥത്തിൽ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമെല്ലാം അത് അപർണയോട് തുറന്നു പറയും. ആന്ധ്രാക്കാരിയായ പെൺകുട്ടി അവൾ തമിഴ്നാട്ടിലെ പയ്യനെ പ്രണയിച്ച് അവനോടൊപ്പം ഇറങ്ങി വന്നു. കുടുംബമായി ജീവിതം ആരംഭിക്കവേ അവൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കും. കുഞ്ഞ് ജനിച്ചതോടുകൂടി ആ പയ്യൻ അവളെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ അവൾ വാശിയോടെ തന്റെ മകളെ വളർത്തി ജീവിച്ചു. ഒരു കമ്പനിയിലെ ഓഡിറ്ററായിട്ടാണ് അവൾ ജോലി ചെയ്തിരുന്നത്. ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന കമ്പനി നടത്തുന്നത് മെയിൻ വില്ലനായിട്ടുള്ള ഗൗതമും അയാളുടെ ഫ്രണ്ടായ ത്യാഗരാജനും പിന്നെ മറ്റൊരു ഫ്രണ്ടായ ഡോക്ടറും. ഈ ഡോക്ടറിനെയാണ് അപർണ കാണിക്കുന്നതും. പിന്നെ എം ഡിയുടെ ചേട്ടനുമാണ്. 36 കമ്പനിയിലെ പാർട്ട്നേഴ്സാണിവർ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇല്ലീഗലായിട്ടുള്ള കുറച്ച് കാശ് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഓഡിറ്ററായിട്ടുള്ള പെൺകുട്ടിയോട് പറഞ്ഞു. പക്ഷെ അവൾക്കതിന് താല്പര്യമില്ല. കാരണം ഇല്ലീഗലായിട്ടുള്ള കാശല്ലേ, അത് പിടിക്കപ്പെട്ടാൽ അവൾക്കും പണി കിട്ടും. ആയതിനാൽ അവൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. എന്നാൽ അവരാണെങ്കിലോ നീ ചെയ്തേ പറ്റൂ, നിനക്കൊരാഴ്ച സമയം തരാമെന്ന് പറയും. അതൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആ പെൺകുട്ടി ഇനി ഈ നാട്ടിൽ നിന്നാൽ ശരിയാകില്ല, തന്റെ മകളെയും കൊണ്ട് വേറെ അങ്ങാട്ടെങ്കിലും പോകാം, ജോലിയൊക്കെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിക്കും. മറ്റു കമ്പനിയിലൊക്കെ അവൾ ജോലിക്ക് ചെല്ലുമ്പോഴോ ഈ 4 പേർ പറഞ്ഞത് കാരണം അവൾക്ക് എങ്ങും ജോലി കിട്ടത്തേയില്ല. അതേസമയമായിരുന്നു കമ്പനിയിലേക്ക് റെയ്ഡ് വരാൻ പോകുന്നുവെന്ന സൂചന അവർക്ക് 4 പേർക്കും കിട്ടുന്നത്. കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ഈ ഓഡിറ്റർ പെൺകുട്ടിക്കല്ലേ. അവൾ എന്തെങ്കിലും കാര്യം റെയ്ഡിന് വരുന്നവരടുത്ത് പറഞ്ഞു കൊടുത്താൽ കമ്പനി ഉറപ്പായും പൂട്ടുമെന്നവർക്കറിയാമായിരുന്നു. ആയതിനാൽ മുൻപേ തന്നെ അവളെ ഒതുക്കാമെന്നവർ തീരുമാനിക്കും. അങ്ങനെയിരിക്കെ ആ പെൺകുട്ടിയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. മകൾ സ്കൂളിൽ നിന്നും വരുന്നതിന് മുമ്പ് മകൾക്കുള്ള ബർത്ത്ഡേ സർപ്രൈസ് ഒരുക്കുകയായിരുന്നു അമ്മ. അതേസമയം ആ 4 പേരും വീട്ടിലേക്ക് എത്തുകയാണ്.
നീ ജീവിച്ചിരുന്നാൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം നീ ചോർത്തി കൊടുക്കും. അതുകൊണ്ട് നീ ജീവിച്ചിരിക്കരുത്. നിന്നോടൊപ്പം നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം മണ്ണടിയണം എന്ന് പറഞ്ഞ് അവളെ ഒരുപാട് ഉപദ്രവിക്കും. അവസാനം അവളെ അടിച്ച് വലിച്ചിഴച്ച് വീട്ടിനകത്തിട്ട് തന്നെ അവളെ കത്തിക്കുകയാണ്. വീടോടെ കത്തി നശിക്കും. അതോടുകൂടി അവളുടെ മകൾ അനാഥയാവുകയാണ്. എന്നാൽ മരണപ്പെട്ടുപോയ പെൺകുട്ടിയുടെ ആത്മാവ് പ്രതികാരദാഹിയായി ഒരു ക്രൂരമായ ആത്മാവായി മാറി. അതാ 4 മന്ത്രവാദികൾ തിരിച്ചറിയും. എങ്ങനെയും അതിനെ തളയ്ക്കുവാനായും തീരുമാനിച്ചു. ആ മന്ത്രവാദികൾക്ക് ആത്മാവിന് പ്രതികാരം വീട്ടേണ്ടത് IT കമ്പനി നടത്തുന്ന 4 പേരോടുമാണെന്ന് മനസ്സിലായി. എന്നാൽ അതിനെ തളയ്ക്കണമെങ്കിൽ 4 പേരുടെയും ബ്ലഡ് വേണം. അങ്ങനെയാണ് ആ 4 പേരുടെയും ബ്ലഡ് മന്ത്രവാദികൾ എടുത്തു വെച്ചിരിക്കുന്നത്. കഠിനമായ മന്ത്രവാദങ്ങളിലൂടെ ആത്മാവിനെ കല്ലിനുള്ളിലേക്ക് ആവാഹിച്ചു. ആ കല്ലാണ് അപർണയ്ക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് കിട്ടിയതും. ആ കല്ലിനുള്ളിൽ അപർണയുടെ ബ്ലഡ് വീണതോടുകൂടി അവൾ പറയുന്നതെല്ലാം അനുസരിക്കുന്നതായി ആത്മാവ് മാറി. അങ്ങനെ ആ പ്രേതം അപർണയോട് പറയും, എനിക്ക് പ്രതികാരം വീട്ടാൻ എന്നോടൊപ്പം നീ ഉണ്ടാകണം, എന്നെ സഹായിക്കണമെന്ന് അപർണയോട് പറയുന്നു. അതേസമയം MDയുടെ ചേട്ടനാണെങ്കിലോ അപർണയെ കൊല്ലുവാനായിട്ട് തന്റെ ഗുണ്ടകളെ റെഡിയാക്കി. അപർണ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. ഗുണ്ടകൾ അവളെ വളഞ്ഞു. എന്നാൽ മറ്റൊരു വശത്ത് MDയുടെ സഹോദരനെ ആ പ്രേതം ഉറങ്ങുവാൻ പോലും സമ്മതിക്കാതെ ടോർച്ചർ ചെയ്യുകയാണ്. അതേസമയമായിരുന്നു അപർണയെ പിടികൂടി എന്നൊരു കോൾ MDയുടെ സഹോദരന് വരുന്നതും. തന്റെ അനുജന്റെ ശവശരീരം മറവ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത് ചേട്ടൻ അവിടേക്ക് പോകും. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ അപർണയുടെ ശരീരത്തുള്ള പ്രേതമാണെങ്കിലോ MDയുടെ ചേട്ടന്റെ ആളുകളെല്ലാം അടിച്ചു ഓട്ടിക്കുന്നു. MDയുടെ സഹോദരനെ വളരെ ക്രൂരമായി അവൾ കൊലപ്പെടുത്തും. അതിനുശേഷം കാണിക്കുന്നത് ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ മകളെയാണ്. ആ കുഞ്ഞൊരു ആശ്രമത്തിലാണ് വളരുന്നത്. അവിടെ ഒരാളുണ്ട്. അയാളാണെങ്കിലോ കുഞ്ഞാണെന്ന് പോലും ചിന്തിക്കാതെ അതിനോട് മോശമായി പെരുമാറുകയാണ് ചെയ്യുന്നത്. തന്റെ കുഞ്ഞിനെ കാണാനെത്തിയ ആ ഒരു ആത്മാവ് തന്റെ മകൾ അവിടെ അനുഭവിക്കുന്നത് വളരെ മോശമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് കുഞ്ഞിനോട് മോശമായി പെരുമാറിയ അയാളെ അവൾ അവിടെ വെച്ച് തന്നെ കൊന്നുകളയും. അങ്ങനെ ഇരിക്കെ ആ ഒരു ആത്മാവ് ഡോക്ടറുള്ള ഹോസ്പിറ്റലിൽ കണ്ടെത്തി അവിടെ വന്ന് ഡോക്ടറിനെ ക്രൂരമായി കൊന്നുകളയുകയാണ്. അതിനുശേഷം അപർണയാണെങ്കിൽ ആശ്രമത്തിലെത്തി കുഞ്ഞിനെ ദത്തെടുക്കുവാനുള്ള കാര്യങ്ങളെല്ലാം നോക്കും. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് അവർ പറയും. അങ്ങനെ അപർണ കുഞ്ഞിനെയും കൊണ്ട് ഇടയ്ക്കൊക്കെ പുറത്തു പോയി കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഇരിക്കെ അപർണയുടെ അമ്മ അപർണയും എഞ്ചിനീയറും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി. എഞ്ചിനീയറിന്റെ വീട്ടുകാരുമായി സംസാരിച്ച് അവരുടെ വിവാഹമൊക്കെ ഉറപ്പിക്കും. ഒരിക്കൽ അപർണ മരിച്ചുപോയ പെൺകുട്ടിയുടെ മകളെയും കൊണ്ട് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ അവിടേക്ക് ആ പെൺകുട്ടിയെ കൊന്ന കൂട്ടത്തിൽ ഒരാളായ ത്യാഗു തന്റെ ഫാമിലിയെയും കൊണ്ട് ആ ഹോട്ടലിൽ തന്നെ എത്തും. ത്യാഗുവിനെ കണ്ട അപർണയുടെ ഉള്ളിലെ ആത്മാവിന് ദേഷ്യം വരുവാനായും തുടങ്ങി. ത്യാഗു വാഷ്റൂമിൽ പോയ സമയം അതേസമയം ആ ആത്മാവ് അവിടെ എത്തി ത്യാഗുവിനെ ഉപദ്രവിക്കുവാനായി നോക്കും. എന്നാൽ അവിടെ ആള് വരുന്നതിനാൽ പെട്ടെന്ന് തന്നെ ആത്മാവ് അവിടെ നിന്നും പോകുന്നതിനാൽ ത്യാഗു രക്ഷപ്പെടും. ത്യാഗു ഉടനെ തന്നെ പേടിച്ച് തന്റെ ഫാമിലിയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. തന്റെ കൂട്ടുകാരെല്ലാം ഓരോരുത്തരായി മരിക്കുന്നത് ഗൗതമിന് മനസ്സിലായി. മാത്രമല്ല ത്യാഗു നടന്ന സംഭവമെല്ലാം ഗൗതമിനോട് പറഞ്ഞു. അപർണയുടെ കൂടെയുള്ള പെൺകുട്ടിയെ കണ്ടപ്പോഴേ ആൾ ആരാണെന്ന് ഗൗതമിന് പിടികിട്ടി. അവൾ പ്രതികാരം വീട്ടുവാൻ വരുവാണെന്ന് ഗൗതമിന് മനസ്സിലായി. ഗൗതം ഉടനെ തന്നെ ത്യാഗുവിനെ വിളിച്ചിട്ട് നീ വീട്ടിൽ നിന്നും പുറത്തൊന്നും പോണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുവാനായി പറയും. എന്നിട്ട് ഗൗതം നേരെ പോയത് ആ മന്ത്രവാദികളുടെ അടുത്തേക്കായിരുന്നു. മറ്റൊരു വശത്ത് ത്യാഗു തന്റെ ഫാമിലിയെ എല്ലാം ഒരു റൂമിനകത്തിട്ട് പൂട്ടി പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുകയാണ് അപർണ. അപർണയുടെ ഉള്ളിലെ ആത്മാവ് ത്യാഗുവിനെ ക്രൂരമായി കൊലപ്പെടുത്തി. അതറിയുന്ന ഗൗതം ആ മന്ത്രവാദികളെ കൊണ്ട് ആത്മാവിനെ കീഴ്പ്പെടുത്തുവാനായും തീരുമാനിക്കും. ആ പെൺകുട്ടിയുടെ മകളെ കടത്തിക്കൊണ്ടുവന്ന് അതിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അപർണയെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തും. അപർണയുടെ മുന്നിൽ വെച്ച് ആ ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുവാനായി നോക്കുമ്പോൾ അപർണയുടെ ഉള്ളിലെ പ്രേതത്തിന് അത് സഹിക്കാനായില്ല. തന്റെ മകളുടെ ജീവന് വേണ്ടി ആ ഒരു ആത്മാവ് തന്റെ പ്രതികാരം ഒരു നിമിഷത്തേക്ക് മറക്കും. അതേസമയം തന്നെ മന്ത്രവാദി ആത്മാവിനെ ഒരു കുടത്തിനുള്ളിലേക്ക് ആവാഹിച്ച് അതിനെ പുഴയിലൊഴുക്കുവാനായും തീരുമാനിക്കും. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയ അപർണയാണെങ്കിലോ ഗൗതമിനോട് ഒരു പെണ്ണിനോട് ഇത്രയും ക്രൂരത പാടില്ല എന്ന് പറയുമ്പോൾ ഗൗതം ഉടനെ തന്നെ അപർണയെ കുത്തി ജീവനോടെ തന്നെ ഒരു കുഴിക്കുള്ളിലിട്ട് മൂടുകയാണ്. എല്ലാം കഴിഞ്ഞ് തനിക്കിനി യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് സമാധാനിച്ച് ഗൗതം വീട്ടിലെത്തുമ്പോഴോ അപർണ അവിടെ തന്നെയുണ്ട്. ഗൗതം കരുതുന്നതോ അപർണയുടെ ആത്മാവ് തന്നോട് പ്രതികാരം വീട്ടാൻ വന്നുവെന്നാണ്. പക്ഷേ സത്യത്തിൽ അപർണ മരിച്ചിട്ടില്ല. പിന്നെ വന്നതാരെന്നാൽ ആ ഒരു മന്ത്രവാദി കുടവുമായി കാറിനുള്ളിൽ കയറിയപ്പോൾ മന്ത്രവാദിയുടെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. കാരണം മരിച്ചുപോയ പെൺകുട്ടി എന്തുമാത്രം ക്രൂരത അനുഭവിച്ചാണ് മരിച്ചതെന്ന് മന്ത്രവാദിക്കറിയാം. ആയതിനാൽ അവളുടെ മകൾക്ക് വേണ്ടി മന്ത്രവാദി ആ ഒരു ആത്മാവിനെ വീണ്ടും തുറന്നുവിട്ടു. അത് അപർണയുടെ ഉള്ളിൽ പ്രവേശിച്ച് ഗൗതമിനടുത്തെത്തി ഗൗതമിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതോടുകൂടി ആത്മാവിന്റെ പ്രതികാരമെല്ലാം അവസാനിച്ചു.
അതിനുശേഷം കാണിക്കുന്നത് അപർണയും എഞ്ചിനീയറും ചേർന്ന് ആ പെൺകുട്ടിയുടെ മകളെ ദത്തെടുക്കുന്നതാണ്. സ്വന്തം മകളെ പോലെ അവർ വളർത്തുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.